അപ്പോൾ ഈ സിനിമ വെച്ചാൽ നമ്മുടെ ജുറാസിക് പാർക്കിൽ ഒരു ഡൈനോസറിനെ കൊല്ലണം. ജുറാസിക് പാർക്കിൽ ഡൈനോസറെ ടീറക്സിനെ കൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. ടീറക്സിനെ സാധാരണ വളരെ അപകടകാരിയാണ്. അവൻ എന്തെങ്കിലുമൊക്കെ വെളിയിൽ കൊണ്ടുവരാം. എപ്പോൾ നമുക്ക് കൊണ്ടുവരാം. നമ്മളെ ജീവനായിട്ട് നമ്മുടെ നമുക്ക് നേരെ അങ്ങോട്ട് കുഴപ്പമില്ല. നമുക്ക് അപ്പൊ നമുക്ക് ഓട്ടിക്കാം. നമുക്ക് കുറേ ദിവസമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ജോലിക്കൊക്കെ കയറിയിട്ട് നമുക്ക് കുറേ ദിവസം വയ്യായിരുന്നു. ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ സാധനം ഇങ്ങോട്ട് പോകാം. ഇങ്ങോട്ട് പോയി നോക്കുക. വണ്ടിയിലൊരു ഗ്യാസ് സ്റ്റേഷൻ കിട്ടി നമ്മളെ ഇത് കിട്ടി. നമ്മളെ ജുറാസിക് പാർക്കിൽ കിട്ടി. നമുക്ക് പറ്റുമോ നോക്കാം. നമുക്ക് ജസ്റ്റ് വീട്ടിൽ പോകണം. സുഹൃത്തിനാണ് ജുറാസിക് ഡൈനോസറെ കാണാൻ തുറക്ക് എനിക്ക് പേടിയുണ്ട്. എന്നാലും നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ചോദിക്കാം. എന്തൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. ഡൈനോസർ ഉണ്ടോ എന്ന് നോക്കി അത് പറ്റുമെന്ന് വെളിയിറക്കിയാൽ എന്നാണ് നമ്മുടെ സോമൻ സാർ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. കഥവൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ കുറേ സ്ഥലമുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് കഥവും കാര്യങ്ങളും കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഓപ്പൺ എക്സിറ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതിപ്പോൾ അന്ന് വെച്ചപ്പോൾ വലിയൊരു അടിച്ചുറാക്കി കമ്പനി. അപ്പം അവിടെ സോമന്മാർ പറഞ്ഞിരിക്കുന്ന ഡൈനോസറിന്റെ മുട്ടയോ എല്ലാം ഉണ്ടെങ്കിൽ കൺഫേം നമ്മുടെ വലിയ ഡൈനോസറിനെ കിട്ടുന്ന എന്തോരം ഡൈനോസർ പണ്ട് ചെടിയാ പയ്യത്തിന് വെളിയിൽ കൊണ്ടുപോവാം. വരുന്നുണ്ട് വെള്ളി. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇവിടെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇത് വരുന്നുണ്ട്. ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഓ നമ്മൾ മരത്തിൽ അമ്മക്ക് സ്ഥലവും കാലൊക്കെ നേരെ അറിയത്തില്ല അമ്മക്ക്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കറങ്ങാൻ തോന്നുന്നു. അത് പറഞ്ഞിട്ട് തീർക്കാൻ നമുക്ക് ഹെലികോപ്റ്റർ നമുക്ക്
അറിയാല്ല. ഡൈനോസർ മിസ്സായി. വരുന്നുണ്ട് വിട്ടോ വിട്ടോ വിട്ടോ. ഈ ഡൈനോസറിനെ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് വെളിയിൽ എത്തിപ്പിക്കണം. സ്പീഡിൽ പറയിപ്പിക്കാം. ഡൈനോസറെ കൊല്ലാനെ നമ്മൾ കൊണ്ടുവരുന്നത്. ഡൈനോസർ മിസ്സായി. എന്തായാലും AK-47 കയ്യിലില്ല. ഡൈനോസറെ കൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡൈനോസറിനൊക്കെ മിസ്സായിട്ടുണ്ട്. നമുക്ക് സ്നൈപ്പർ എടുക്കാം. ദേഹത്ത് കൊള്ളുന്നില്ല. വരുന്നുണ്ട്. വരുന്നുണ്ട്. എൻ്റെ അമ്മ ചത്ത് വണ്ടിയുടെ ഇടയിൽ ക്ലിച്ചായി ഗൈസ്. കൊന്നിട്ടുണ്ട് ഫൈനലി. അപ്പൊ നമുക്ക് സാറിനെ വിളിച്ച് പറയാം നമുക്ക് കൊന്നിട്ടുണ്ടെന്ന്. നമുക്ക് സാറിനെ വിളിക്കാൻ. ആ സാർ, അയ്യോ അപ്പം നമ്മൾ സാറിൻ്റെ പറഞ്ഞിട്ടുണ്ട്. സാറ് ഓക്കെ കുഴപ്പമില്ല, ഈ ജീപ്പുണ്ട് പോലീസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ പോകാനാണ് പറഞ്ഞത്. ഇപ്പോൾ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ കയറാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് കഥവ് മാറിയാണ് കേസ്. വണ്ടി ഇങ്ങനെയൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ അടുത്തുള്ള റിപ്പയർസ് വണ്ടി റിപ്പയറാക്കി പോവാ. ഇതുപോലെ കൊണ്ടുപോയ സാർ എന്തായാലും പോലീസ് എനിക്കറിയാം. നമ്മളെ ദാമോദരൻ യൂസ്ഡ് നമ്മുടെ ഒരു ഷോറൂമാണ് അവിടെ ഇതെടുക്കുന്നത്. പക്ഷെ എനിക്കറിയത്തില്ല, വണ്ടി ഫുള്ള് കുറഞ്ഞു. ഇനി വണ്ടി നമുക്ക് കയറ്റാൻ പറ്റി നടക്കത്തില്ല. എന്തായാലും വണ്ടി റിപ്പയർ ആക്കണം. റിപ്പയറാക്കാതെ കൊണ്ടുപോയാൽ എന്തായാലും എടുക്കത്തില്ല. നമുക്ക് ഉറപ്പാണ്. നമ്മൾ ജോലിയിൽ നിന്നും തിരിച്ചുകൊണ്ട് നമുക്ക് നല്ല വഴക്ക് കിട്ടുന്നത് വണ്ടിയുടെ അവസ്ഥ ആദ്യമേ പറഞ്ഞ് നോക്കി കണ്ടപ്പോൾ ഓട്ടിക്കണം. തുടങ്ങാൻ കുഴപ്പമില്ല, പക്ഷെ ശരിയാക്കിയിട്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ജോലി പുറത്താക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് നേരെ പുതിയ ഷോറൂമിൽ അവിടെ ദാമോദരൻ യൂസ്ഡ് കാസ് എന്നാണ് ഈ ഷോറൂം പേര്. ഈ ഷോറൂമാണ്. ഈ ഷോറൂമിൻ്റെ റിപ്പയർ സെൻ്ററിൻ്റെ അകത്ത് കയറാൻ കേസുണ്ട്. അവിടെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ വണ്ടി ബാക്ക് സൈഡ് വഴിയാണ് കയറ്റുള്ളത്. അപ്പം നമുക്ക് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ ചേട്ടന്മാരുടെ വല്ലതും പറയാം. ഇപ്പോൾ ആളിവിടെ ഇല്ല. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ഥലം വരെ പോയിരിക്കണമെന്ന്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ വരും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുമ്പം നമുക്ക് ഇവിടെ ഒരു വെള്ളം എടുത്തിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചേട്ടാ പറഞ്ഞാൽ മതി. പറയാം ചേട്ടാ നമ്മൾ ഇവിടെ ദാമോദരൻ യൂസ്ഡ് കാസിലില്ലേ, നമ്മളൊരു പറയാം നമ്മൾ ദാമോദരൻ യൂസ്ഡ് കാസ് നമ്മുടെ ഒരു ജീപ്പ് നമ്മൾ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓണറാണ് പറഞ്ഞത് നിങ്ങട്ടെ പറയാൻ പറഞ്ഞ്. ശരി. അപ്പോൾ ചേട്ടൻ നോക്കിക്കോളൂ, ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ ചേട്ടാ ഇവിടെ വണ്ടി വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ വണ്ടി ഒന്നും ഇല്ല. ഈ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ വേറെ എവിടെയെങ്കിലും ഒരു ചേച്ചി എടുത്ത് ഇവിടെ വണ്ടി വല്ലതും ഉണ്ടാകും നോക്കാം. ഇവിടെ ആ ചേച്ചി വണ്ടി വല്ലതും ഉണ്ടോ? ഉണ്ട്. ഒരു സ്കൂട്ടി ഉണ്ട് കേട്ടോ. അത് മതി. എവിടെ കിടക്കുക?
ആ ചേച്ചി സ്കൂട്ടി എവിടെ കിടക്കുന്നത്? അത് അതോ അത് ഈ കണ്ടെയ്നറിൻ്റെ ബാക്കിലാണ്. ഓക്കെ ചേച്ചിനെ, വൈകുന്നേരം ഞാൻ അവിടെ വണ്ടി എടുക്കാൻ വരും, അപ്പോൾ ഞാൻ ചേച്ചിയുടെ തന്നാൽ പോരെ? അതൊന്നും കുഴപ്പമില്ല, അപ്പം തന്നാൽ മതി. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ വണ്ടി എടുത്തോ, ഇതിൻ്റെ ബാക്കിൽ, അതായത് കണ്ടെയ്നറിൻ്റെ ബാക്കിൽ സ്കൂട്ടി കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം, നമുക്ക് പോവാം കേസ്. തിരിച്ച് വരുമ്പോൾ ഈ സ്കൂട്ടി ഇവിടെ നമുക്ക് വെച്ചൊക്കെ അപ്പം നമുക്ക് പോവാം കേസ്, പോവാം. അപ്പം നമ്മൾ അണ്ണൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങളാണെങ്കിൽ സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം, ആ സമയത്ത് വരാനാണ്. നമുക്ക് മനസ്സിലാവും കുറച്ച് നേരം. അപ്പം നമുക്ക് നേരെ പോവാം കേസ്. അപ്പം നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പം നമുക്ക് നേരെ പോവാം. അയ്യോ വഴിമാറിപ്പോ കേസ്, എനിക്കിപ്പോൾ എൻ്റെ വീട് പോലും അറിഞ്ഞു കേസ്. കുറച്ച് ദിവസം നമ്മുടെ വിദേശത്ത് പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു വേഷം കാണാം. നമുക്ക് ജസ്റ്റ് ഇവിടെ വന്ന് നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് പോകാം. യെസ്, ബാക്കി പൈസ വെച്ചെടുക്കാം. 1 2 3 4 5 നമുക്ക് സാധനം വിളിക്കുന്നുണ്ട്. അതാ വരുന്നുണ്ട്. നമ്മുടെ അണ്ണനാണ് വിളിച്ചത്. നമ്മുടെ വണ്ടി ഇങ്ങനെയൊക്കെ സെറ്റായിട്ടുണ്ട്, നീ ഇന്ന് വന്നാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. വണ്ടി വെളിയിൽ, അതായത് നമ്മൾ കയറ്റിയ സൈഡ് കിടപ്പുണ്ട്, റിപ്പയറിങ്ങളൊക്കെ ആക്കി കിടപ്പുണ്ട്. അപ്പം നീ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. സ്കൂട്ടി ആ ചേച്ചി ചിലപ്പോൾ കാണത്തില്ല, ചിലപ്പോൾ കാണും. നീ കിട്ടിയ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് നീ വണ്ടി എടുത്തോണ്ട് പോകാനാണ് പറഞ്ഞിരുന്നത്. പെട്ടെന്ന് പോകാൻ സമയം. അയ്യോ വണ്ടി വെളിയിൽ പോയി ഗൈസ്. വണ്ടി വെള്ളത്തിൽ പോയി ഗൈസ്. വണ്ടിയും പോയി ഗൈസ്, തേനൊട്ടി. ഇതിൻ്റെ പൈസ കൊണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു മാജിക്കൽ ഫോണ്, അതായത് നമ്മുടെ ഒരു മാജിക്കൽ നമ്പർ ഉണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം മാജിക്കൽ 00 എന്നടിച്ചാൽ നമുക്ക് സ്കൂട്ടി സ്പോണാവും. ആകെ സ്കൂട്ടി കിട്ടിയിട്ടുണ്ട്, നമ്മൾ സ്പോണാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്കൂട്ടി കയറാം ഗൈസ്. അപ്പം നമ്മൾ മാജിക്കൽ പെയിൻറ്റിങ് ഫോണിൽ നിന്ന് നമ്മൾ സ്കൂട്ടി അടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. അവിടെ ഇപ്പം ചിലപ്പോഴും ചേച്ചി നമുക്ക് കിട്ടി എവിടെയാണ് അവിടെ വെച്ച് നമ്മൾ പോലീസാണ്. പറയണ്ട കേസ്, നമുക്ക് അവിടെ ഇരിക്കും. വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് ഷോറൂമിൻ്റെ വെളിയിൽ കാണുമെന്നാണ് പറഞ്ഞിരുന്നത്. ഓടാ കേസ്, ഓട് നടക്കാം കേസ്, നടക്കാം. സോട് നടക്കണ്ട, ഓടാ കേസ്. ജീപ്പുകളൊക്കെ പുതിയതുപോലെ ആക്കി തന്നിട്ടുണ്ടെന്ന് ദൂ അടക്കുന്ന നമ്മുടെ ജീപ്പ്. പഴയ ദൂരത്ത് നമ്മുടെ
താക്കി നമ്മുടെ ചേട്ടൻ പറഞ്ഞ വാക്കാണ് ചേട്ടൻ ചേട്ടൻ ഇവിടെ ഇല്ല. സാറേ അയ്യോ സോറി സാർ ഞാൻ സാറ് പറഞ്ഞ ജോലികളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. വണ്ടിയും അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒപ്പിടേണ്ട ഭാഗം കാണിച്ചാൽ ഞാൻ ഒപ്പിട്ടിട്ട് പോവാം. ആ ഓക്കെ അറിഞ്ഞിരുന്നു. സോമൻ സാറ് വിളിച്ച് പറഞ്ഞിരുന്നു നീ ജോലികളൊക്കെ കയ്യിൽ തീർത്തിട്ടുണ്ടെന്ന്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തോ, എന്നാൽ ഈ പേപ്പറിൽ ഒപ്പിട്ടിട്ട് നിനക്ക് വീട്ടിൽ പോവാം. ഓക്കെ ഓക്കെ സാർ ഓക്കെ ഞാൻ വീട്ടിൽ ഓക്കെ എന്നാൽ സാറേ ഞാൻ പോവാണേ. പൊക്കോ അപ്പം സാറ് നിങ്ങൾക്ക് പോവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം ഇട്ടിരുന്ന ഫ്രീ ഫയറിൻ്റെ വീഡിയോകളൊക്കെയാണ്. അപ്പോൾ ഇന്നോട് നമ്മൾ ഇതിൻ്റെ വീഡിയോകളൊക്കെ ഇടും. നിങ്ങളൊരു കട്ട സപ്പോർട്ടാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണ എല്ലാ വീഡിയോയും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അടുത്ത കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഒരു മൈക്ക് അറിയാതെ ഓഫായി പോയിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കറിയാമെന്നുള്ള ചിപ്പ് കോഡുകൾ പറഞ്ഞു തരിക. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായി കളിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ചിപ്പ് കോഡുകൾ പറഞ്ഞു തരിക. നിങ്ങൾ ആ വീഡിയോയിലും ഈ വീഡിയോയിലേക്കായിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത വീഡിയോ നമ്മൾ ഏത് കളിക്കണമെന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന വല്ല ഹൊറർ ഗെയിം അല്ലെങ്കിൽ ക്രേസി ഗെയിം എല്ലാം കളിക്കണമെന്നാണ്. ഹൊറർ ഗെയിം കളിക്കണം, ക്രേസി ഗെയിം കളിക്കണമെന്ന് പറയാം. അതായത് കോമഡി ആയിട്ടുള്ള ഗെയിം കളിക്കണോ അല്ലെങ്കിൽ ഹൊററായിട്ടുള്ള ഗെയിം കളിക്കണോ എന്നാണ് പറയേണ്ടത്. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മച്ചവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കുക. നമ്മൾ പെട്ടെന്ന് 1K അടിക്കാൻ വേണ്ടിയാണ് ഈ ഓരോ വീഡിയോകൾ ഇടുന്നത്. അപ്പോൾ ഓക്കെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മുകളിൽ പോവാം ഗൈസ്.